കറ്റാർവാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മുടി കൊഴിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കറ്റാർവാഴ. മുടി വളർച്ച കൂട്ടാനും മുടിയുടെ മോയ്സ്ചറൈസിങ് കൂട്ടാനും മുടിയുടെ ആരോഗ്യം കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും. മുടിയുടെ പ്രശ്നങ്ങൾ മാറാൻ എങ്ങനെയാണ് കറ്റാർവാഴ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് വൺ, മുടിക്ക് ഏറ്റവും നല്ലതാണ് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ല്. വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു തണ്ട് മുറിച്ചെടുത്ത് കറയൊക്കെ നീക്കിയതിന് ശേഷം അതിൻ്റെ ജെല്ല് എടുത്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് ചുരുങ്ങിയത് 20 മിനിറ്റെങ്കിലും തലയിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നീളം വയ്ക്കാനും മുടിക്ക് നല്ല കരുത്തുണ്ടാവാനും മുടിയുടെ മോയ്സ്ചറൈസിങ് കൂട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കും. നെക്സ്റ്റ് വൺ, ആവണക്കെണ്ണയോടൊപ്പം ചേർത്ത് നമുക്ക് കറ്റാർവാഴ ജെല്ല് യൂസ് ചെയ്യാം. അതിനായി 1/2 കപ്പ് കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുക. അതിലേക്ക് 1-2 ടീസ്പൂൺ അളവിൽ ആവണക്കെണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് പുതിയ മുടികൾ വളർന്നു വരാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഹോം റെമഡിയും കൂടെയാണിത്. അടുത്ത ടിപ്പ്, ഉള്ളിനീരും കറ്റാർവാഴയുടെ ജെല്ലും യൂസ് ചെയ്യുന്നതാണ്. മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും. ഉള്ളിനീരിൽ കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ള സൾഫർ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന കൊളാജൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നുണ്ട്. അതുവഴിയാണ് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ കുറയാനും മുടിക്ക് നല്ല കരുത്ത് വരാനും പുതിയ മുടികൾ വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമുള്ളത്ര കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുക. അതിലേക്ക് ഒരു ഉള്ളിയുടെ നീര് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായി നിങ്ങളുടെ തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി അടുത്തതായി മുടി കൊഴിച്ചിൽ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിട്ടുള്ള കാറ്റജൻ നമ്മുടെ മുടി കൊഴിച്ചിൽ കാരണമാകുന്ന ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോർമോണിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ കുറയ്ക്കാനാണെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനായി 1/2 കപ്പ് കറ്റാർവാഴ ജെല്ലിലേക്ക് ഗ്രീൻ ടീ തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് തേക്കാം. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കുക. നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്